പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കേശം കൊണ്ടുവരുന്ന ആളുകൾ തന്നെ സമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞ ഒരു വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം കത്തിച്ചാൽ കത്തുകയില്ല, അതിന് ഒരിക്കലും നിഴലുണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഹബീബായ നബി തങ്ങളുടെ മുടിയാണെന്ന് ഉറപ്പുവരുത്താൻ ഈ രണ്ട് തെളിവുകളും ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവനവന്റെ കയ്യിൽ തന്നെ ഉറപ്പുണ്ടെന്ന് ഭദ്രമായ ആ തിരുകേശം കയ്യിലുള്ള കാലത്തോളം ആ കേശം വളർന്നു എന്നും ആ കേശത്തിന് ഇന്ന പവിത്രതയുണ്ടെന്നും പറയുന്ന ആളുകൾക്ക് അത് തെളിയിക്കാനുമുള്ള അവകാശമുണ്ട്. അത് സമൂഹത്തോട് ചെയ്യേണ്ട ബാധ്യതയാണ്, ഒരു മതത്തോടും മതവിശ്വാസത്തോടും ചെയ്യേണ്ട ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ബിദ്അത്ത് വ്യാപകമാകുമ്പോൾ ഒരു വാക്കും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി ഉനാസുൻ, ഈ ലോകം അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടർ വരും, യുഹദ്ദിസൂനകും മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളെ പൂർവിക പിതാക്കന്മാരോ കേൾക്കാത്ത പല വാദങ്ങളും പല വാക്കുകളും അവർ നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഫഇയ്യാകും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വെറുതെ തൊണ്ടതൊടാതെ വീങ്ങിക്കൊണ്ടുവരുത്. വഇയ്യാഹും, നിങ്ങൾ അവരെയും സൂക്ഷിക്കണം. ഇവിടെ രണ്ട് ഉത്തരവാദിത്തമാണ് അല്ലാഹു നമ്മളെ ഏൽപ്പിക്കുന്നത്. ഒരു കാര്യം മതത്തിന്റെ പേരിൽ ഒരാൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് നിങ്ങൾ സ്വയം ഉറപ്പുവരുത്തണം. നിങ്ങൾ അവരിൽ നിന്നും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം. ഇന്ന് ഇക്കാലഘട്ടത്തിലെ ചില ചെറുപ്പക്കാർ പറയും, ഞങ്ങളെ മുൻഗാമികളായ ഇന്ന ആളുകളൊന്നും സ്വർഗത്ത് പോയിട്ടില്ലേ, ഞങ്ങൾക്ക് ആ സ്വർഗം വേണ്ട, ഞങ്ങളുടെ നേതാക്കന്മാർ കയറാത്ത സ്വർഗത്ത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിന്റെ വാക്കിന്റെയൊക്കെ ഒരു വ്യാപ്തി എത്രത്തോളം അപകടകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ നമ്മൾ നമ്മളെ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം, നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോ പടച്ചോനെ ഞങ്ങളുടെ ആളുകളൊക്കെ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്തതാ, വാക്കുള്ള കാലത്തെ ഞങ്ങൾ അതിനൊക്കെ പിന്നാലെ പോകുന്നതാ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല എന്ന ഈ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം വഇയ്യാകും, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കണം, വഇയ്യാഹും, എന്നിട്ട് അവരെയും നിങ്ങൾ സൂക്ഷിക്കണം. ആ ഒരു തിരിച്ചറിവാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയും സ്നേഹവും. ഒരു കാര്യം ബിദ്അത്ത് ആണ് എങ്കിൽ ആ ബിദ്അത്ത് അത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സും കാണിക്കണം. അല്ലെങ്കിലുള്ള ദോഷം, ഇന്നല്ലാഹ ഹജബ അത്തൗബത, അള്ളാഹു നിങ്ങളുടെ തൗബ തടഞ്ഞു വെക്കും. അള്ളാന്റെ നേരെ കൈനീട്ടിട്ട് നിങ്ങൾ ദുആ എടുക്കുന്ന പ്രാർത്ഥനയൊക്കെ പടച്ചോൻ തടഞ്ഞു വെക്കും. ഏത് സമയത്ത് അൻകുല്ലി സ്വാഹിബിൻ ബിദ്അത്തിൻ, ബിദ്അത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ എല്ലാ തൗബയും പടച്ചോൻ അങ്ങനെ തടഞ്ഞു വെക്കും. ഏതുവരെ? ഹത്താ യദഅ ബിദ്അതഹു, അവൻ അവന്റെ ബിദ്അത്ത് ഉപേക്ഷിക്കുന്ന കാലം വരെ. തൗബ പോലും പടച്ചോൻ സ്വീകരിക്കൂല എന്ന് പറയാനുള്ള കാരണം ബിദ്അത്ത നിസ്സാര കാര്യമല്ല. ആളുകൾ ഇതിനെ നിസ്സാരാക്കും. നല്ല കാര്യല്ലേ, നല്ലൊരു വാക്കല്ലേ, ഒരു മതമല്ലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹത്താ യദഅ ബിദ്അതഹു, ബിദ്അത്ത് അവൻ ഉപേക്ഷിക്കാത്ത കാലത്തോളം അവന്റെ തൗബ പോലും അള്ളാന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്നില്ല. ഈ ഒരു ഗൗരവപരമായ ചിന്തകളിലൂടെയായിരിക്കണം ഈ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതാരോടുമുള്ള വെറുപ്പോ വിദ്വേഷമോ കക്ഷിത്വമോ സ്വയം വിശ്വാസത്തിന്റെ മേന്മയിലുള്ള അഹങ്കാരമോ അല്ല. നാളെ പടച്ചറബിന്റെ കോടതിയിലെത്തുമ്പോൾ ഹക്ക് ഹക്കാണെന്നും